കണ്ണൂരിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ കുട്ടി ആന ചെരിഞ്ഞു. ചികിത്സയിലിരിക്കെ രാത്രി 9 മണിയോടെയാണ് ആന ചെരിഞ്ഞത്. നിഖിൽ അളവൂരുണ്ട്. നിഖിൽ, ഈ ആനയ്ക്ക് ചികിത്സ നൽകി അതിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത്. വിവരങ്ങൾ. ഉദ്യോഗസ്ഥർക്ക് തന്നെ വലിയ ഒരു വിശ്വാസമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല, ഈ ആനയുടെ ജീവൻ സംരക്ഷിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ. ഏതായാലും അത് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് മയക്കുവെടി വെച്ച് ഇരിട്ടി കരിക്കോട്ടക്കരിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ വനംവകുപ്പ് പിടികൂടി ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് തന്നെ ആന ഈ വാഹനത്തിനുള്ളിൽ വീഴുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ പ്രാഥമികമായ ചില ചികിത്സകളൊക്കെ നൽകി അതിന്റെ ഹൃദയമിടിപ്പ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയുമായി ആറളത്തെ വളയഞ്ചാൽ RRT കേന്ദ്രത്തിലേക്ക് പോയത്. എന്നാൽ അവിടെ എത്തി ചികിത്സകൾ തുടരുന്നതിനിടെ 9 മണിയോടുകൂടിയാണ് ഏതായാലും ഈ ആന ചെരിഞ്ഞതായി ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആനയുടെ ഗുരുതരമായ പരിക്കായിരുന്നു ആനക്കുണ്ടായിരുന്നത്. അതിന്റെ താടിയെല്ലാം തകർന്ന അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ആന എന്നാണ് പ്രാഥമികമായി വനംവകുപ്പ് തന്നെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായ പരിക്ക് ഈ ആന അതിജീവിക്കുമോ എന്ന കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ പരമാവധി ശ്രമിച്ചു നോക്കുക എന്നതായിരുന്നു വനംവകുപ്പിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ. എന്തായാലും അതൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. ഏകദേശം 12 മണിക്കൂറോളം നീണ്ട ഒരു ദൗത്യത്തിനൊടുവിലായിരുന്നു ഈ ആനയെ മയക്കുവെടി വെച്ച് പിന്നീട് ആറളം RRT കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ആനയ്ക്ക് പരിക്ക് പറ്റിയത് ഒന്നുകിൽ മറ്റ് ആനകളുടെ ആക്രമണത്തിൽ, അല്ലെങ്കിൽ ഈ പന്നിപ്പടക്കമുള്ളവ ഉൾപ്പെടെ പൊട്ടി പരിക്കേറ്റത്. ഈ 2 സാധ്യതകളായിരുന്നു വനംവകുപ്പ് പരിഗണിച്ചിരുന്നത്. ഇതിലേതായാലും ആ പരിക്ക് വലിയ രീതിയിൽ ഗുരുതരമായി അതിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറി എന്ന് വനംവകുപ്പിന് തന്നെ ഉറപ്പുണ്ടായിരുന്നു. 3 വയസ്സ് മാത്രം പ്രായമുള്ള പിടിയാനയാണ്. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോട് അടുപ്പിച്ച സമയത്ത് കീഴ്പള്ളി മേഖലയിലാണ് ഈ ആന ആദ്യം ജനവാസ മേഖലയിൽ എത്തുന്നത്. പിന്നീട് അവിടെ നിന്ന് വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്തുന്നു. ഇന്ന് രാവിലെയോടുകൂടി ആനയെ കരിക്കോട്ടക്കരി മേഖലയിൽ ജനവാസ മേഖലയിൽ തന്നെ കാണുകയാണ്. പിന്നീട് ഒരു റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിച്ച ആനയ്ക്ക് അവിടെ നിന്ന് നീങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇടവേളകളിൽ കൃത്യമായി ഈ വെള്ളം അതിന്റെ ദേഹത്തേക്ക് നനച്ചുൾപ്പെടെയാണ് ഏകദേശം 10 മണിക്കൂറോളം സമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ ആനയ്ക്ക് ചുറ്റും അതിനെ നിരീക്ഷിച്ച് നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വൈകിട്ട് 5 മണിയോടുകൂടി മാത്രമാണ് വയനാട്ടിൽ നിന്നുള്ള RRT സംഘം അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് മയക്കുവെടി വെക്കുന്നതും പിന്നീട് അതിന്റെ മുറിവിൽ മരുന്ന് വയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രാഥമിക ചികിത്സ നൽകുന്നതും. പിന്നീട് ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റുന്നു. ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയ ഉടൻ തന്നെ ആന വാഹനത്തിനുള്ളിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ 9 മണിയോടുകൂടി ആ ആന ചെരിഞ്ഞിരിക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിഖിൽ പറഞ്ഞതുപോലെ ഈ കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെതായ ശാരീരിക അവസ്ഥകളുണ്ടാവും. പക്ഷേ അതിനൊപ്പം തന്നെ ഈ മുറിവ് അതൊരു വലിയ പ്രശ്നമായിരുന്നു താനും. ഇപ്പോൾ മരണകാരണം എന്താണെന്നടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം അടക്കം ഉള്ള റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മാത്രമല്ലേ വ്യക്തമാകും? അങ്ങനെ തന്നെയാണ്. ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ആനയ്ക്ക് നോർമൽ അവസ്ഥയിലായിരുന്നില്ല ഈ ആന എന്നതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ആനയ്ക്ക് പരിക്ക് പറ്റി എന്നതിൽ കൂടി വനംവകുപ്പിന് ഒരു വിശദീകരണം നൽകേണ്ടി വരും. കൂടുതൽ സാധ്യതയായി ഇപ്പോൾ വനംവകുപ്പും കാണുന്നത് ഈ പന്നിപ്പടക്കം ഉൾപ്പെടെ പൊട്ടി പരിക്കേൽക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ്. ഈ പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള പഴങ്ങളിലോ മറ്റോ പന്നിപ്പടക്കം വയ്ക്കുകയും അത് കടിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് ആനയ്ക്ക് പരിക്കേറ്റു എന്ന രീതിയിൽ തന്നെയാണ് കൂടുതൽ സംശയം ബലപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ മറ്റ് ആനകൾ, കാരണം ഈ ആറളം ഫാമിൽ ഇപ്പോൾ ആനകളെ തുരത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ആനയാണ് ഇത് എന്നത് ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിൽ കൂടെയുള്ള മറ്റ് ആനകളുടെ ഒരു ആക്രമണം ഈ ആനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അന്വേഷിക്കും ഏതായാലും. പക്ഷെ മരണ കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തന്നെയായിരിക്കും. മറ്റൊന്ന്, ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ ആനയെ ജനവാസ മേഖലയിൽ കാണുന്നത്. പക്ഷെ വൈകിട്ട് 6 മണിക്കാണ് പിന്നീട് ഈ ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അത്രയും സമയം ഇത്രയും ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് അവിടെ ആന നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയുണ്ട്. വൈകിട്ട് 5 മണിക്ക് മാത്രമാണ് ആനയെ മയക്കുവെടി വെച്ച് അതിനുശേഷം അതിന്റെ ഈ താടിയെല്ല് പൊട്ടിയുണ്ടായ മുറിവിൽ പ്രാഥമികമായ ചികിത്സ നൽകുന്നത്.
അതിനുശേഷം ഏകദേശം 1 മണിക്കൂറോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് 6 മണിയോടുകൂടി അനിമൽ ആംബുലൻസിൽ കയറ്റി വളയഞ്ചാലിലെ RRT കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയും ചികിത്സ നൽകി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ 9 മണിയോടുകൂടി ആ ചികിത്സകളൊന്നും ഫലിക്കാതെ ആന ചെരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ പക്ഷേ വനം വകുപ്പിന് നേരത്തെ തന്നെ ഇതിന്റെ ജീവൻ രക്ഷിക്കാനാവില്ല എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം മുന്നിൽ ഉണ്ടെന്നാണ് അവരും കണ്ടിരുന്നത്. നിഖിലി പറഞ്ഞതുപോലെ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ ഒരു 10 മണിക്കൂറിലേറെ ആന ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ഇതിനിടെ പലതവണ അക്രമാസക്തനായ ആന ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഒക്കെ നേരെ പാഞ്ഞെടുത്തിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ചൂടുകാലമാണ്, അതിന് വെള്ളവും ഭക്ഷണം അടക്കമുള്ള കഴിക്കാൻ കഴിയാത്ത സാഹചര്യമെല്ലാം ഉണ്ട്. ഇതെല്ലാം ആനയുടെ മരണത്തിന് കാരണമായെന്ന് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി കരുതാമോ? നമുക്ക് ഇപ്പോൾ അത്തരത്തിൽ ഇതൊക്കെയാണ് മരണകാരണം എന്ന രീതിയിലേക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. പക്ഷേ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്ന കാര്യം ഉറപ്പാണ്. കാരണം 10 മണിക്കൂറോളം സമയം ഈ ഒരു അനങ്ങാൻ പോലും പറ്റാതെ ഒരു റബ്ബർ തോട്ടത്തിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിലയുറപ്പിച്ച ഒരു ആനയായിരുന്നു. ആ ആനയ്ക്ക് ഓടിപ്പോകാനുള്ള ഒരു അവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോഴും ഈ ആനയെ മയക്കുവെടി വെക്കാൻ വയനാട്ടിൽ നിന്നുള്ള RRT സംഘം ഉൾപ്പെടെ എത്തുന്നതിന് വേണ്ടി വൈകിട്ട് 5 മണി വരെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഉച്ചയോടുകൂടി മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു ഉത്തരവിറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്, മയക്കുവെടി വെക്കാനുള്ള ഉത്തരവിറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ ഒരുപക്ഷെ വനംവകുപ്പിന് ഇക്കാര്യത്തിൽ ഇടപെടാമായിരുന്നു എന്നൊരു കാര്യമുണ്ട്. പക്ഷെ മരണ കാരണം ആ ഡിലേ ആണോ അതോ ഈ പരിക്കിന്റെ ഗുരുതരാവസ്ഥയാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ്. പക്ഷെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉച്ചയ്ക്ക് ACF പ്രതികരിച്ചപ്പോൾ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ഗുരുതരമായ പരിക്കാണ്, ഈ പരിക്കിനെ ആന അതിജീവിക്കുമോ, ഈ നൽകുന്ന ചികിത്സകളിലൂടെ ആനയെ അതിന്റെ ജീവൻ രക്ഷിക്കാനാവുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ ഒരു സംശയമായി പറഞ്ഞിരുന്നതാണ്. ഏതായാലും ഇപ്പോൾ അവരുടെ ആ സംശയത്തിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും പിന്നീട് മയക്കുവെടി വെച്ച് അവിടെ നിന്ന് മാറ്റിയെങ്കിലും ആനയെ രക്ഷിക്കാനായിട്ടില്ല. 3 വയസ്സ് പ്രായം ആണ് ആനയ്ക്കെന്നാണ് വനംവകുപ്പിന്റെ ഒരു നിഗമനം. ആ ആനയാണ് 9 മണിയോടുകൂടി ചികിത്സയിലിരിക്കെ ചെരിഞ്ഞിരിക്കുന്നത്. നേരത്തെ നിഖിൽ പറഞ്ഞതുപോലെ ഈ ജനവാസ മേഖലയാണ്, അവിടെ കൃഷി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പൈനാപ്പിൾ കൃഷിയിലൊക്കെ മറ്റോ ഈ പടക്കം പൊട്ടിയതായിരിക്കാമെന്ന് ഒരു സാധ്യത ഇപ്പോൾ അതൊക്കെയാണ് സാധ്യതയായിട്ട് വനം വകുപ്പിന് മുന്നിലുള്ളതല്ലേ ഈ ആനയ്ക്ക് പരിക്കേറ്റത് സംബന്ധിച്ച്? തീർച്ചയായും 2 സാധ്യതകളാണ് ആനയ്ക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വനംവകുപ്പിന്റെ പരിഗണനയിലുള്ളത്. അതിൽ ഒന്നാമത്തേത് ഈ ആനകൾ കൂട്ടത്തോടെ സഞ്ചരിക്കുന്നതിനിടയിൽ ആനകൾക്കിടയിൽ മറ്റ് ആനകൾ ഈ ആനയെ മർദ്ദിച്ചിരിക്കാനുള്ള അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ താടിയല് തകരുന്ന വിധത്തിൽ പരിക്കേൽക്കുമോ എന്ന കാര്യത്തിലുള്ള ഒരു സംശയം അവിടെ നിലനിൽക്കുന്നു. കൂടുതൽ സാധ്യത ഇപ്പോഴും കൽപ്പിക്കപ്പെടുന്നത് ഈ പന്നിപ്പടക്കം പൊട്ടി ഉള്ള ഒരു അപകടം എന്ന നിലയിലാണ്. നമുക്ക് ഒരുപക്ഷെ പ്രാഥമികമായി നമുക്ക് ആ പരിക്കിന്റെ ഒരു സ്വഭാവം കണ്ടാൽ തന്നെ അറിയാം. അതിന്റെ തുമ്പിക്കൈക്കും വായ്ക്കും ഇടയിൽ ആ താടിയലിന്റെ ഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. ആനയുടെ ഇടതുവശത്ത് ആ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അപ്പോൾ ഒരു സ്ഫോടനവും മറ്റും ഉണ്ടായതിന്റെ ലക്ഷണം അവിടെ എന്തായാലും കാണാനുണ്ട്. പക്ഷെ അതിന്റെ ഔദ്യോഗികമായി അത് പറയേണ്ടത് വനംവകുപ്പാണ്. ഒരുപക്ഷെ നാളെ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഉൾപ്പെടെ അതിനുള്ള എന്തെങ്കിലും സൂചനകൾ വനംവകുപ്പിന് ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ അപ്പോഴാണ് വ്യക്തത വരേണ്ടത്. പക്ഷേ ഈ 2 സാധ്യതകൾ വനംവകുപ്പ് പരിശോധിച്ച് വരുന്നുണ്ട്. കൂടുതൽ സാധ്യത ഈ പറഞ്ഞതുപോലെ പന്നിപ്പടക്കം പൊട്ടിയോ മറ്റോ അപകടം സംഭവിച്ചായിരിക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യാള ഫാമിൽ ആനകളെ തുരത്തുന്ന പ്രക്രിയ പുരോഗമിക്കുകയാണ്. അങ്ങനെ തുരത്തുന്ന ആനകൾ ഈ അയ്യങ്കുന്ന് പഞ്ചായത്തിലേത് ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ കണ്ണൂർ ഇരിട്ടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെച്ചിരുന്നു. ഈ ആന 9 മണിയോടുകൂടി ചെരിഞ്ഞിരിക്കുന്നെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മരണകാരണം സംബന്ധിച്ച് ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തത കൈവരികയുള്ളൂ. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.